ഇന്നലെ മുഖംമൂടി ഇട്ട് നിന്റെ വീട്ടിൽ നിന്ന് ഞാനൊന്നുമല്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. അതിന് ഞാൻ എന്റെ വീടെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ കറക്റ്റ് ഇയാള് തന്നെ. കണ്ടോ, എനിക്കൊരു ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അത് പിന്നെ മനഃപൂർവ്വമല്ല, അറിയാതെ. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? നിങ്ങളാണെന്നത് പപ്പയ്ക്ക് മനസ്സിലായെങ്കിൽ എല്ലാം തീർന്നേനെ അവിടെ വെച്ച്. അത് ഞാനല്ല, അവനല്ലേ കാര്യം വന്നു. അയാൾ എന്തോ കാണിക്കട്ടെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു തെണ്ടിത്തരം കാണിക്കുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അത് പിന്നെ അങ്ങോട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അതാണ് ഞാൻ അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരുമാതിരി മുഖം മൂടിയും വെച്ച്, എന്നാ പിന്നെ ഹെൽമെറ്റ് വെച്ച് ഒന്നുകൂടായിരുന്നോ? ഹെൽമെറ്റ് വെച്ചോണ്ട് കാറ് പറഞ്ഞ വൃത്തിയിടല്ലേ. ഇത് പിന്നെ ഭയങ്കര അടിപൊളിയായിരുന്നല്ലോ. ശരിയായി. ഓ അമൽ സാറോ? ഇതെന്തെല്ലാരും എന്നെ ഇങ്ങനെ നോക്കണത്? ഞാൻ നടക്കുന്ന കണ്ടിട്ടില്ലേ? സാർ നടക്കുന്നൊക്കെ കണ്ടിട്ട്, പക്ഷെ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടില്ല സാർ. അതെന്ത് ഇത്രയും കാലം ഞാൻ തലയും കുത്തി നടന്നോണ്ടിരുന്നേ? അല്ല, ശരിക്കും സാറിന്റെ കാലിന് എന്തോ പറ്റിയേ? ഞാനൊന്ന് കുഴിയിൽ വീണത്. അവനാ സാറെ കുതിരപ്പുറത്തുനിന്ന് പോകും. കുതിരപ്പുറത്തുനിന്ന്? സാറ് കുതിരനെ വാങ്ങിച്ചോ? കുതിരയുടെ പുറത്താണോ വന്നതെന്ന്? ആ അതെ, താഴെ കെട്ടിയിട്ടുണ്ട് കാർ പുറത്ത്. ചെന്ന് കയറി കൊടുക്കും. അതൊക്കെ അറിയണം പിശാചി. കാലങ്ങനെ ഉണ്ട്. നല്ല പെയിനുണ്ട്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. മറ്റേ അങ്കിള് അങ്ങനെ പറയിക്കില്ല. ഇന്നലെ ടോമനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് പോയില്ലേ? അതിനുശേഷം എനിക്ക് മെഡിസിൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാത്തോണ്ട് വിളിച്ചു നോക്കിയപ്പോ എന്റെ ടോമെ ഏതോ ബാറിൽ അടിച്ച് കൊഞ്ചായിട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ വീട്ടിൽ പോയി? അവസാനം ഒരുവിധം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ പോയി. ചെന്ന് കയറിയിടണം, അങ്ങനെ എന്നെ വീണ്ടും വിളിക്കുന്നു. ബാറിൽ ബില്ല് കൊടുക്കാൻ പൈസയില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലാം അതും കൊണ്ട്. പിന്നെ എന്റെ പട്ടി പോവും. സമയത്തൊന്ന് വിളിച്ച് വലിച്ചേറ്റാൻ തോന്നിയത്. ജെസ്സി ഒന്ന് വരണേ. ചെന്ന് കയറിക്കോട്. ഞാൻ പിടിക്കണോ? ഇന്നലെ വീണപ്പ പിടിച്ചൊന്നുമില്ലല്ലോ, കൈ കിട്ടി നോക്കിയിരിക്കല്ലായിരുന്നു. അത് പിന്നെ സാറ് താഴോട്ട് വീട്ടാൻ പോകുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. വീഴുമ്പോ താഴോട്ട് പോകാതെ ഞാൻ പിന്നെ മേലോട്ട് പറന്നു പോകുന്നു വിചാരിച്ചോ ജെസ്സി? സോറി സാർ. ഒരുമാതിരി ഗുണാക്കേവയാണ് അവസ്ഥയായി പോയി. അല്ല, ഞാനിന്നലെ ആ കുഴി വീഴുന്നതിന് മുമ്പേ ജെസ്സി എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാനോ? ഇല്ല, എന്തോ പറഞ്ഞു. എന്തായിരുന്നു അത്? ഇല്ല സാർ, സാറ് ചിലപ്പോ തോന്നിയതായിരിക്കും. അല്ല, ഈ പഴയ പ്രണയത്തിന്റെ കാര്യം വല്ലതും ആണെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. അതെ സാർ, എൻ്റെ ഒരു പഴയ പ്രണയത്തെ പറ്റി എനിക്ക് പറയാനുണ്ടായിരുന്നു. പറ, അതാണ് എനിക്കറിയേണ്ടത്. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പാസ്റ്റ് ഈസ് പാസ്റ്റ്, സാറിന് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ? ആക്ച്വലി കുഴപ്പമൊന്നുമില്ല, പക്ഷെ കിടന്നിട്ട് ഉറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വെച്ചത്. എന്നാ ഞാൻ പറയാം സാർ. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ അധികം നാളത് മുന്നോട്ട് പോയില്ല. അത് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ആരാത്? ഫോട്ടോ ഒന്നുമില്ല. 3ാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. അടുത്ത ക്ലാസ് എത്തിയപ്പോഴത്തേക്കും അവൻ TC വാങ്ങിച്ചിട്ട് CBSE പോയി. 3ാം ക്ലാസ്സിലെ പ്രണയം വെറുതെ ടെൻഷൻ അടിച്ചു. You are so naughty. പിന്നെ ജെസ്സിക്ക് പഴയ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഒരിക്കലും ഞാനത് ചോദിക്കാനും പോകുന്നില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അങ്ങനെയല്ലേ? അതെ അതെ. ഓക്കെ, എന്നാ ജെസ്സി പൊക്കോളൂ, ഞാൻ റെസ്റ്റ്